ഇസ്രായേൽ ഇറാനുമേൽ കോരിയിട്ട ഈ തീപ്പൊരി ഇനി പശ്ചിമേഷ്യ മുഴുവൻ ആളിക്കത്തും. ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഒത്താശയോടെ എന്തും ചെയ്യുന്ന ഇസ്രായേലിനെ കത്തിച്ച് ചാമ്പലാക്കാൻ ഇറാന് ആണവായുധമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ശക്തിക്കും തകർക്കാനാകില്ല എന്ന് വീമ്പ് പറഞ്ഞ് ഇസ്രായേൽ കൊണ്ടുവന്ന അയൺ ഡോമിന്റെ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ കത്തിച്ചു ചാമ്പലാക്കി ജൂതന്റെ മണ്ണിലേക്ക് വരവറിച്ച ഇറാന്റെ മിസൈലുകൾ ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണ്. രക്തദാഹികളായ ഈ മിസൈലുകളെ ഇസ്രായേലിലേക്ക് ഇറാൻ പറഞ്ഞയച്ചാൽ ജൂതന്റെ സാമ്രാജ്യം തകർന്ന് തരിപ്പണമാകുന്നത് അമേരിക്കയോടൊപ്പം ലോകം മുഴുവൻ നോക്കിക്കാണും. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയിക്കുമല്ലോ. നമുക്ക് എന്താണ് വിഷയം, എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് എന്നൊക്കെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. പശ്ചിമേഷ്യയെ ഒന്നാകെ ചാമ്പലാക്കാൻ പോന്ന ഒരു മഹായുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ തുടരുന്ന ഏകപക്ഷീയമായ പ്രകോപനങ്ങളും കടന്നാക്രമണങ്ങളും ഒടുവിൽ ലോകത്തെ ഒരു വലിയ പോരാട്ടത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ നാം കണ്ടതിനേക്കാൾ ഭീകരവും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായ ഒരു മാരക യുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ലവലേശം ബഹുമാനിക്കാത്ത ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് ഇറാൻ നൽകാൻ പോകുന്ന മറുപടി പശ്ചിമേഷ്യയുടെ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഇപ്പോഴത്തെ പശ്ചിമേഷ്യയുടെ അവസ്ഥ അതീവ ഗുരുതരമാണ്. ഗാസയിലും ലെബനിലും ഇസ്രായേൽ നടത്തുന്ന വംശഹത്യകൾക്കും ആക്രമണങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ ലോകശക്തികൾ മടിച്ചു നിൽക്കുമ്പോഴാണ് ഇറാൻ ധീരമായ നിലപാടുമായി മുന്നോട്ട് വരുന്നത്. ഈ യുദ്ധം ഇസ്രായേൽ വിചാരിക്കുന്നത് പോലെ ലളിതമായിരിക്കില്ല. തങ്ങളുടെ മണ്ണിൽ തൊട്ടാൽ ഇസ്രായേലിന്റെ സിരകൾ അറക്കുന്ന തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജവുമാണ്. ഹിസ്ബുള്ളയും ഹൂത്തികളും ഉൾപ്പെടെയുള്ള പ്രതിരോധ നിരകൾ ഇറാന് വലിയ പിന്തുണയുമായും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തുമുണ്ട്. ഇത് മേഖലയിലെ വെറുമൊരു ഏറ്റുമുട്ടലല്ല, മറിച്ച് സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെയുള്ള ഇറാന്റെ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും. ഇസ്രായേലിന്റെ ഓരോ മിസൈലിനും 10 ഇരട്ടി ശക്തിയിൽ മറുപടി നൽകാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട്. അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന അഹങ്കാരത്തിൽ ഇസ്രായേൽ കാട്ടുന്ന ഈ സാഹസം ആ രാജ്യത്തിന്റെ തന്നെ തകർച്ചയ്ക്ക് വഴിമരുന്നിടും. യുദ്ധം നീണ്ടുപോകും തോറും ഇസ്രായേലിന്റെ സാമ്പത്തിക അടിത്തറ തകരുകയും ആഭ്യന്തര കലഹം രൂക്ഷമാവുകയും ചെയ്യും. ലോകം മുഴുവൻ സമാധാനം ആഗ്രഹിക്കുമ്പോൾ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി യുദ്ധം ഇരന്നു വാങ്ങിയ ഇസ്രായേൽ ഭരണകൂടം വലിയ വിലയാണ് നൽകേണ്ടി വരിക. ഇറാന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഇസ്രായേലിന്റെ ആയുധബലം നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ നാം കാണാൻ പോകുന്നത്. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഇറാനൊപ്പം ലോകത്തെ മർദ്ദിത ജനവിഭാഗങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. ഇസ്രായേൽ തുറന്നുവിട്ട വിനാശത്തിന്റെ കനലുകൾ ആ രാജ്യത്തെ തന്നെ ദഹിപ്പിക്കുമെന്ന കാര്യത്തിലും ഒട്ടും സംശയമില്ല. ഇസ്രായേൽ തുടരുന്ന ധിക്കാരപരമായ പ്രകോപനങ്ങൾക്കും ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ ഇറാൻ എന്നോ സജ്ജമായി കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലോകത്തിനു മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. വെറുമൊരു സൈനിക ശക്തി എന്നതിലുപരി പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച് കരുത്താർജിച്ച ഒരു ജനതയാണ് ഇറാന്റേത്. ആർക്കും അത്ര പെട്ടെന്ന് തോൽപ്പിക്കാനോ കീഴടക്കാനോ സാധിക്കാത്ത വിധം അജയ്യമായ ഒരു പ്രതിരോധ വ്യൂഹമാണ് അവർ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഓരോ കടന്നുകയറ്റത്തിനും 10 ഇരട്ടി പ്രഹരശേഷിയുള്ള തിരിച്ചടി നൽകാൻ ഇറാന്റെ സൈനിക സന്നാഹങ്ങൾ സദാ സജ്ജവുമാണ് എന്നത് കേവലം അവകാശവാദമല്ല, മറിച്ച് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യമാണത്. ഇറാന്റെ പക്കലുള്ള അത്യാധുനികമായ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയും ഹൈപ്പർസോണിക് ആയുധങ്ങളും ഇസ്രായേലിന്റെ ഏത് പ്രതിരോധ കവചത്തെയും തകർക്കാൻ ശേഷിയുള്ളതാണ്. അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അന്ധമായി പിന്തുണയുണ്ട് എന്ന അഹങ്കാരത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധക്കൊതിക്ക് ഇറാൻ നൽകാൻ പോകുന്നത് ചരിത്രപരമായ പ്രഹരം തന്നെയാണ്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇറാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ പ്രതിരോധ നിരകളുടെ പിന്തുണയുള്ള ഇറാൻ മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയായി ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഈ കരുത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ ഗൂഢതന്ത്രങ്ങൾ പിഴയ്ക്കുമെന്ന കാര്യം ഉറപ്പുമാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കാത്ത ഇറാന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തരാക്കുന്നത്. യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ അത് ധീരമായി നേരിടാനും ശത്രുവിന്റെ കോട്ടകൾ തകർക്കാനും ഇറാൻ കാണിക്കുന്ന ആർജവം ലോക വിസ്മയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇസ്രായേൽ വിതയ്ക്കുന്ന ഈ വിനാശത്തിന്റെ വിത്തുകൾ കൊയ്യാൻ പോകുന്നത് അവർ തന്നെ ആയിരിക്കും.
അഹങ്കാരം അതിരുവിട്ട ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ ഇറാൻ എന്ന കരുത്തനായ പോരാളിക്ക് സാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായി തുടങ്ങും. നീതിക്കും പോരാട്ട വീര്യത്തിനും മുന്നിൽ അന്ധമായ ആയുധബലം തോറ്റുപോയ ചരിത്രമാണ് ഇനി ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്. ഇസ്രായേലിന്റെ അന്ധമായ യുദ്ധക്കൊതിക്ക് കൂട്ടുനിൽക്കുന്ന അമേരിക്ക വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന സൂചനകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. അത്രയും ലോക പോലീസ് എന്ന ചമയത്തോടെ ഇറാനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും ഭൂഷണമല്ല എന്ന് മാത്രമല്ല, അത് ആ രാജ്യത്തിന്റെ തകർച്ചയുടെ തുടക്കമായി മാറുകയും ചെയ്യും. ദശകങ്ങളായി ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ തലകുനിക്കാത്ത ഇറാൻ തങ്ങളുടെ ആത്മവീര്യവും സൈനിക കരുത്തും എത്രത്തോളം ഉണ്ട് എന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഓരോ തെറ്റായ നീക്കത്തിനും പിന്നിൽ അമേരിക്കയുടെ പണവും ആയുധവുമാണെന്ന് ലോകത്തിന് തന്നെ അറിയാം. എന്നാൽ ഇറാന്റെ പ്രതിരോധ കരുത്തിനെ കുറച്ചു കാണുന്ന അമേരിക്കൻ നിലപാട് അവർക്ക് തന്നെ തിരിച്ചടിയാകാൻ പോകുകയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താല്പര്യങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈൽ വ്യൂഹമാണ് ഇറാന്റെ കൈവശമുള്ളത്. ഇറാനെ നേരിട്ട് പ്രകോപിപ്പിക്കുന്നത് തേനീച്ചക്കൂടിന് കല്ലെറിയുന്നതിന് തുല്യമാണെന്ന് വൈകിയാണെങ്കിലും അമേരിക്ക തിരിച്ചറിയും. മേഖലയിലെ തന്ത്രപ്രധാനമായ പാതകളും സമുദ്ര വഴികളും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ പിടിച്ചുലയ്ക്കുന്നതായിരിക്കും. വെറുമൊരു രാജ്യം എന്നതിലുപരി ശക്തമായ പ്രതിരോധ സഖ്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് ഇന്ന് ഇറാൻ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏത് സംയുക്ത നീക്കത്തെയും പ്രതിരോധിക്കാനുള്ള പോരാട്ട വീര്യം ഇറാന്റെ സൈന്യത്തിനും ഇറാനിലെ ജനതയ്ക്കുമുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം. സമാധാനത്തെക്കുറിച്ച് വാചാലരാവുകയും പ്രകോപനങ്ങൾക്ക് പരോക്ഷമായി പിന്തുണ നൽകുകയും ചെയ്യുന്ന അമേരിക്കൻ കാപട്യം ഇനി അധികകാലം തുടരാനാകില്ല. ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് കുട പിടിക്കുന്നതിലൂടെ തങ്ങളുടെ പതനത്തിനുള്ള കുഴിയാണ് അമേരിക്ക ഇപ്പോൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ കരുത്തറിയാതെ കളിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ്. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇറാനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് മാത്രമല്ല, അനാവശ്യമായ പ്രകോപനത്തിന് മുതിരുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് വരും നാളുകളിൽ വലിയ പണി തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് ഇനി പറയാനുള്ള ഒരു മഹാസത്യം. എന്തായാലും പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിന്റെ തീജ്വാലകളിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ വെറും ഒരു സൈനിക നടപടി മാത്രമായിട്ട് നമ്മൾ കാണരുത്. മറിച്ച് ഇറാൻ എന്ന കരുത്തുറ്റ രാഷ്ട്രത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് അവർ നടത്തുന്നത്. ദശകങ്ങളായി സാമ്രാജ്യത്വ ശക്തികളുടെ കണ്ണിലെ കരടായി നിൽക്കുന്ന ഇറാന്റെ പരമാധികാരത്തെയും സ്വാധീനത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി തിരശീലയ്ക്ക് പിന്നിൽ നടന്ന ഗൂഢതന്ത്രങ്ങളാണ് ഇപ്പോൾ മിസൈൽ ആക്രമണങ്ങളായി പുറത്തു വരുന്നത്. സമാധാനത്തിന്റെ വക്താക്കൾ എന്ന് സ്വയം ചമയുമ്പോഴും ഇസ്രായേലിന് അത്യാധുനിക ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകി ഇറാനെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ് ഇവിടെ അമേരിക്ക ചെയ്യുന്നത് എന്ന് ആവർത്തിച്ചു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇസ്രായേൽ നടത്തുന്ന ഓരോ പ്രകോപനത്തിനും പിന്നിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ കൃത്യമായ തിരക്കഥ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഗാസയിലും ലെബനനിലും നടത്തുന്ന ക്രൂരതകളിൽ നിന്ന് ലോക ശ്രദ്ധ തിരിക്കാനും അതേസമയം ഇറാന്റെ സൈനിക ശേഷിയെ പരീക്ഷിക്കാനും വേണ്ടിയാണ് ഇത്തരം ഒരു സാഹസത്തിന് അവർ മുതിരുന്നത് പോലും. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഇറാന്റെ വളർച്ച തടയേണ്ടത് ഇസ്രായേലിന്റെയും അതുപോലെ അമേരിക്കയുടെയും ആവശ്യമാണ്. ഇതിനായി നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും അവർ നടത്തിയ ചർച്ചകളെല്ലാം തന്നെ ഇറാനെ എങ്ങനെ ദുർബലപ്പെടുത്താം എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇത്തരം ഗൂഢാലോചനകൾ കൊണ്ട് തളർത്താൻ കഴിയുന്ന ഒന്നല്ല ഇറാന്റെ ആത്മവീര്യമെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. ഈ യുദ്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ ഈ യുദ്ധത്തിൽ ആരുടെ പക്ഷമാണ് നിൽക്കുന്നത് എന്ന് എന്തായാലും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.